ഇത് മതപരമായിട്ടുള്ള ഒരു വിവേചനമല്ല. നേരെ മറിച്ച് മതം ഇവിടെ ഒരു വിഷയമാകുന്നതിന്റെ കാരണം ഇത് ഒരു ബില്ലായിട്ട് അവതരിപ്പിക്കുമ്പോൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് റീസൺസിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ പാർട്ടീഷനുമായി ബന്ധപ്പെട്ട് ആ കാലയളവിൽ ഉണ്ടായിരുന്ന ട്രാൻസ് ബോർഡർ മൈഗ്രേഷൻ വളരെ കൂടുതൽ അവിഭക്ത ഇന്ത്യ, അതായത് അന്നത്തെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, അഫ്ഗാനിസ്ഥാൻ, പലരും ചോദിക്കുന്നുണ്ട് ഇന്ത്യ എത്ര സ്ഥലം അഫ്ഗാനിസ്ഥാനുമായിട്ട് പങ്കിടുന്നുണ്ട് എന്ന്. അവിഭക്ത ഇന്ത്യയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ഭാഗം എന്ന് പറയുന്നത് അന്നത്തെ ഇന്ത്യയാണ്. ആ ഇന്ത്യയുടെ ഭാഗം ഉൾപ്പെടെയുള്ള അഫ്ഗാനിസ്ഥാനുമായി ചേർന്നിട്ട് ഉള്ള ഈ ട്രാൻസ് ബോർഡർ മൈഗ്രേഷൻ ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്ട് ആണ് എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പിന്നീട് അവിടെ രാജ്യങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പലർക്കും ഒരു നാച്ചുറൽ ജസ്റ്റിസ് നിഷേധിക്കപ്പെട്ടു. കാരണം ആൾക്കാർക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൗരന്മാരെ, ന്യൂനപക്ഷങ്ങളെ, ഭൂരിപക്ഷങ്ങളെ ഒക്കെ തന്നെ കൈമാറ്റം ചെയ്യുകയും അവരുടെ സ്വത്തിന് സംരക്ഷണം നൽകുകയും അത് നെഹ്റു ലിയാഖത്ത് പാക്ട് പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരികയും ഒക്കെ ചെയ്തിരുന്നപ്പോൾ ഈ പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം എന്ന് പറഞ്ഞത് നടന്നില്ല. ഈ 3 രാജ്യങ്ങളുടെയും ഒരു സ്റ്റേറ്റ് റിലിജിയൻ ഉണ്ടായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മൈനോറിറ്റീസ് പെർസെക്യൂട്ട് ചെയ്യപ്പെട്ടു എന്നതുകൊണ്ടുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള അനീതിയുണ്ട്. അപ്പൊ നമുക്ക് ഇരയെയും വേട്ടക്കാരനെയും ഒരേ മനോഭാവത്തോടു കൂടി സ്വീകരിക്കാൻ കഴിയില്ല. നമ്മുടെ വീട്ടിലേക്ക് പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീ അഭയത്തിനായിട്ട് ഓടി വരുന്നുണ്ടെങ്കിൽ അവർക്കാണ് നമ്മൾ അഭയം കൊടുക്കുക. അല്ലാതെ പിന്നാലെ ഓടി വരുന്ന പീഡകന് നമ്മൾ അഭയം കൊടുക്കണം എന്നെങ്കിൽ മാത്രമേ ഇവിടെ തുല്യത, ആർട്ടിക്കിൾ 14 അനുസരിച്ചിട്ടുള്ള തുല്യത ഇവിടെ നടപ്പാകൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. തന്നെയുമല്ല, ഇവിടെ ശ്രീ ബലദേവ് പറഞ്ഞതുപോലെ ആർട്ടിക്കിൾ 25 മുതൽ അങ്ങോട്ടുള്ള കാര്യങ്ങൾക്ക് ഇതിൽ യാതൊരു വിധത്തിലുള്ള പ്രസക്തിയുമില്ല. കാരണം അത് നിങ്ങളുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് പൂർണ്ണമായിട്ടും അനുവർത്തിക്കാനുള്ള എല്ലാവിധ അവകാശാധികാരങ്ങളും നിലവിലുമുണ്ട്. ഇനി ശ്രീ റോണി തന്നെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, 2004 അമെന്റ്മെന്റിനെ പറ്റി അദ്ദേഹം പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് 2003 പാർലമെന്റിൽ ഒരു ചർച്ച നടക്കുന്ന സമയത്ത് അന്ന് രാജ്യസഭയിലെ കോൺഗ്രസിന്റെ നേതാവ് ഡോക്ടർ മൻമോഹൻ സിംഗ്, തൊട്ടടുത്ത വർഷം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതാണ്, അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് തന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ പീഡനം അനുഭവിക്കുന്നുണ്ട്, അവർക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ പൗരത്വം നൽകുന്നതിനുള്ള ഉദാരമായിട്ടുള്ള നടപടികൾ ഈ നിയമത്തിൽ ഉണ്ടാകണമെന്നാണ് അന്നത്തെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് തന്നെ പറഞ്ഞത്. താങ്കൾക്ക് ആ ഡോക്യുമെന്റ് രാജ്യസഭ റെക്കോർഡിൽ നിന്ന് എടുക്കാൻ സാധിക്കുന്നതാണ്. അതേ തുടർന്ന് നജ്മ ഹെപ്തുള്ളയാണ് അന്നത്തെ രാജ്യസഭയിലെ ഉപാധ്യക്ഷ. അവർ പറയുന്നുണ്ട് സമാനമായിട്ടുള്ള അവസ്ഥ പാകിസ്ഥാനിലുള്ള ന്യൂനപക്ഷങ്ങൾക്കുമുണ്ട് എന്ന്. അതിനുശേഷം എനിക്ക് തോന്നുന്നത് ശങ്കർ റോയ് ചൗധരി എന്നോ മറ്റോ പേരിലുള്ള ഒരു ആർമി വെറ്ററൻ ഉണ്ട്. അദ്ദേഹം ബംഗാളിൽ നിന്ന് രാജ്യസഭയിലേക്ക് വന്നയാളാണ്. അദ്ദേഹം കോൺഗ്രസിന്റെയും CPM-ന്റെയും എല്ലാം താല്പര്യത്തോടു കൂടി പൊതുസമ്മതനായി വന്നിരുന്ന ഒരു രാജ്യസഭാ കാൻഡിഡേറ്റ് ആണ്. അദ്ദേഹവും പറഞ്ഞു ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞത് തന്നെയാണ് എനിക്കും ഇവിടെ പറയാനുള്ളത്. അതിനോടുകൂടി അല്പം കൂടി ചേർത്ത് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടക്കുന്ന പീഡനം എന്ന് പറയുന്നത് അവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ അനുഭവിക്കുന്ന മതപീഡനം എന്ന് പറയുന്നത് ഒരു ഫാക്ട് ആണ്. അതുകൊണ്ട് അവർക്ക് പൗരത്വം നൽകണമെന്നാണ് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. അപ്പോ ഇതിനു മുമ്പൊന്നും തന്നെ പറഞ്ഞിട്ടില്ല, ആരും തന്നെ ഈ അമെന്റ്മെന്റുകൾ ഉണ്ടായിരുന്ന സമയത്ത് ഒന്നും തന്നെ മുൻപ് പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഇനി ശ്രീ ബലദേവ് തന്നെ ഇവിടെ പറഞ്ഞ ഒരു കാര്യം, നമ്മുടെ ആർട്ടിക്കിൾസ് 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് നമ്മുടെ ഭരണഘടനയിൽ പൗരത്വം എങ്ങനെയാണ് നൽകേണ്ടത് എന്ന് പറയുന്നത്. അതിൽ ഒരു ഭാഗത്തും അത് മതാധിഷ്ഠിതമായിരിക്കണമെന്നോ ഈ രീതിയിലായിരിക്കണമെന്നോ എന്നുള്ള നിഷ്കർഷയില്ല. അതുകൊണ്ട് തന്നെ അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ള ഒരു വാദമാണ് അദ്ദേഹത്തിനുള്ളത്. ഞാൻ അദ്ദേഹത്തിനോട് വിനീതമായിട്ട് ഓർമ്മിപ്പിക്കുന്നത്, എന്താണ് സാർ ആർട്ടിക്കിൾ 11 പറയുന്നത്? ആർട്ടിക്കിൾ 11 പറയുന്നത് ഇങ്ങനെയാണ്: നത്തിങ് ഇൻ ദ ഫോർഗോയിങ് പ്രൊവിഷൻസ്, അതായത് ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്ന 5 മുതൽ 10 വരെയുള്ള കാര്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും എന്തിനു തടസ്സമല്ല, ഓഫ് ദിസ് പാർട്ട് ഷാൽ ഡെറഗേറ്റ് ഫ്രം ദ പവർ ഓഫ് ദ പാർലമെന്റ് ടു മേക്ക് എനി പ്രൊവിഷൻ, നോക്കണം, എനി പ്രൊവിഷൻ with respect to the acquisition or termination of citizenship and all other matters relating to citizenship. അതായത് പൗരത്വവുമായി ബന്ധപ്പെട്ട് അത് നൽകുന്നതുമായി ബന്ധപ്പെട്ടോ അത് ഇല്ലാതെയാക്കുന്നതുമായി ബന്ധപ്പെട്ടോ എന്ത് തരത്തിലുള്ള പ്രൊവിഷൻസും ഉണ്ടാക്കുന്നതിന് പാർലമെന്റിനുള്ള അധികാരത്തിനെ ഈ 5 മുതൽ 10 വരെ പറയുന്ന പ്രീസീഡിംഗ് ആയിട്ടുള്ള ക്ലോസുകൾ ബാധിക്കുന്നില്ല എന്നാണ്. എന്ന് വെച്ചാൽ പാർലമെന്റ് ഒരു നിയമം നടപ്പാക്കി കഴിഞ്ഞാൽ ആ നിയമം അവിടെ അംഗീകരിക്കപ്പെടുന്നുണ്ട്. അല്ലാതെ ഇത് ശിലാലിഖിതം എന്ന രീതിയിലത്തേക്ക് കാണേണ്ടതല്ല അമെന്റ്മെന്റുകൾ ഉണ്ടാകാം.